ചെറിയതേ അറിഞ്ഞില്ലേ വീരാന്റെ കുട്ടി ചാടി പോവാൻ കാരണം അതാണ് എന്റെ പല്ല് ചാടി പോവാതെ നോക്കിക്കോ. നല്ലൊരു സാധനമാണ് നാസാക്കിയത്. പിള്ളേരെ കുളിക്കാൻ AC-ൽ കുറച്ച് ഐസ് കെട്ടിട്ടാ മതി. അന്ന് ഞാൻ കൊല്ലുടെ ദിവസമാണ്. പണ്ടാറവിടെ ഒരു സാധനം വെച്ചോടുത്തുണ്ട് രമ്മുടിയെ പൊന്നാരമ്മ ഞാനിവിടെ ഒരു പണിയെടുക്കണ കണ്ടില്ലേ ഇവിടെ വെച്ച ചായ. ബാപ്പുട്ടി അപ്പ എനിക്ക് കടിയൊന്നും വേണ്ടേ? പിന്നെ കടി കുടി കൊണ്ടുണ്ടാക്കിയതാ ഒരു കായബജ്ജി വരട്ടെ ഓ ഞമ്മളെ ആക്കണത് നല്ല ഉണ്ടോ ബാപ്പുട്ടിയെ? അതൊന്നും അനക്ക് വെച്ചിട്ട് നന്നാക്കാൻ ആരോട് പറഞ്ഞു നന്നാക്കാൻ വയ്ക്കുന്ന ഇറങ്ങാൻ പിടിച്ചും ഗ്യാസ് നാസാക്കി മല്ലിപ്പൊടി മുളകുമ്പോ എന്തേക്ക് കടിയെടുത്ത് തിന്നോ? അതൊക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസം ആയിക്കണമ്മ. എന്നാ തൊള്ളിയും പൊളിച്ചൊക്കെ എനിക്ക് ആ മൊണ്ണനോട് വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞൂടെ? അതൊക്കെ വാങ്ങാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാ? വേണ്ട അത് കാരണമാവുമ്പോത്തിന് വൈകുന്നേരം ആവും. എന്റെ പേരക്കുട്ടി +2 കഴിഞ്ഞിക്ക. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ അല്ലേ? ബഡ്ജറ്റ് ഞാൻ എടുക്കും. ഉള്ള കായ്ക്ക് മുഴുവൻ പെരുന്നാളെ ഓനാടെ എഴുതി വെച്ചിക്കണേ. ഫുഡ് കഴിച്ചില്ലേ? ഞാൻ നോക്കി പിന്നെ കഴിക്കണം. ഇല്ലേ ഞാനും കഴിക്കത്തില്ല കേട്ടോ. പെറ്റ തള്ളാടെ പട്ടിണി നടക്കുക. ഇന്ന് എവിടെ നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കാന്നുള്ള എന്റെ വാർത്തയിൽ നോക്കി ഒന്ന് പറഞ്ഞാ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ചെറുതേ ഇത് പല്ലുമ്മ പടക്കം വാങ്ങി പൊട്ടിച്ചോ? എന്താടാ മോന്റെ ഒരു കുറുകല് അനിയോ എന്ത് വലിയ വിജയ പേപ്പറിന്റെ അടിക്ക അതിൽ എന്തൊക്കെയാണ് ഞാനോ നോക്കട്ടെ. അതാണോ? അതൊക്കെ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. എത്തണുള്ളൂ പള്ളിക്ക് എത്തണില്ല ബാക്കിയുള്ള വെച്ച് തിന്നോ? ഇച്ചു വേണ്ട എത്തൊരു മനുഷ്യന്മാരായിട്ട് പരിക്കുന്നത്. മല്ലിപ്പൊടി മല്ലി എടുക്കാടാ ഊണ്. ഞാൻ മല്ലിപ്പൊടി ഉദ്ദേശിച്ചത്. അട്ടപ്പൊടി അട്ടപ്പൊടിയല്ല. പറഞ്ഞ് +2 കഴിഞ്ഞില്ലേന്ന്. ഓന് എന്ത് മറ്റാണ് താല്പര്യം? എന്ത് മറ്റാണ് താല്പര്യം? ഓന് മറ്റേ ഈ മൊബൈൽ ഓനൊന്നാണ് കൊടുത്തപ്പോ എനിക്കൊന്നാണ് സുഖിച്ചു അല്ലേ? പുളിഞ്ചോടെ ആട്ടപ്പൊടി പാട്ട് പാടി എനിക്ക് ഇങ്ങനെ പാട്ട് കൂടി പാടി തരണം. പാട്ട് പാടാനൊന്നല്ല പുട്ടുപൊടിയാണത്. എന്താടാ പൂവൊക്കെ ഇതിലൊക്കെ നേരാക്കണ പരിപാടി കുടിച്ചാൻ കൊടുക്കോന്നോ? ആർക്ക് എത്തക്കിപ്പം പറഞ്ഞേ എന്റെ ചെറുക്കനായിട്ട് ഇങ്ങനെ ആട്ടുണ്ട് എത്താ പറയാനേ? ഞാനായതുകൊണ്ടേ ഓൻ ആട്ടിട്ടുള്ളൂ. ഓൻ നന്നാക്കാൻ വയ്ക്കുന്ന ഇറങ്ങാണ്ട് പിടിച്ചും പിടിക്കോന്നോ? എവിടെ പിടിച്ച? ചായ ചായ എവിടെ ആ സ്ഥലം? കുത്തി കഴിച്ചാണ്ടേ ഇപ്പൊ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ചൂടാ വരുന്നുണ്ട്. അതുകൊണ്ട് കഴിച്ചാലും ഉസ്മാനെ അതെനിക്ക് ഓവണായിട്ട് ഉപയോഗിച്ചൂടെ? ഒരു ഓവൺ വാങ്ങണേ. അത് പിന്നെ കോളിഫ്ലവറിന്റെ സ്പെല്ലിംഗ് അറിയത്തിന് ഞാൻ വരച്ചതാ. മരത്തടിയ മൊണ്ണേ അത് പിന്നെ ചെറുക്കാ ശരിക്കും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും. ചൂടുള്ള ചായ ചൂടുള്ള ചായ മേത്തൊക്കെ ഉറുപ്പ് എടുക്കണം. എന്റെ കുട്ടിയാണ് എവിടെ? ഇവിടെ ഉണ്ട് കണ്ടോ? ഓരങ്ങനെ പഠിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിലേ നമ്മളെ തിരൂരുള്ള ഞാൻ പറഞ്ഞോടുത്ത് അതിന് ഇജ്ജ് പറയണ തിരിണില്ല ബാബുട്ടിയെ. ഞാൻ തിരിഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞോടത്തോളാം. കൊമ്പക്കാടത്തെ കുട്ടിയല്ലേ പോണത്? മെട്രിക്സിൽ കൊണ്ട് ചേർത്തോളാം. അതാകുമ്പോളേ 6 മാസം കൊണ്ട് പണികൾ പഠിച്ചോളും. അല്ലാതെ ആറാന്റെ സാധനങ്ങൾ കുത്തി കഴിച്ചലല്ല. കണ്ടില്ല കോഴി വെച്ചത് പറ്റി ചായ ക്ലാസ്സിൽ എഴുതി കളി കുഞ്ഞാപ്പോ എന്തെന്നാലും വിളിച്ചിരുന്നു. അത് പറഞ്ഞപ്പോഴാ പിന്നെ ഞാൻ +2 പാസ് ആയിക്കണം. അവര് ചെറിയ കണക്ഷൻ കൊടുത്തപ്പോ ഓട്ടോ വലുതാവണ്ടേ? ഇങ്ങോട്ട് തീച്ച നന്നായത് ഉസ്മാൻ ഒരു പിരി ലൂസ് തന്നെ അതൊന്ന് മുറുക്കിയത് നന്നായി. ഇവിടെ ഏതാ പുളിഞ്ചോ ജയിച്ചു എന്നെ പാസ്സായി. എനിക്ക് ഈ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാനാണ് താല്പര്യം. അപ്പൊ ഈ എവിടെ പോയി പഠിക്കാന്നുള്ളൊരു ഇത് ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ പറയാം. ഇവിടുത്തെ കൂടി പഠിപ്പിച്ച സ്ഥലം എന്ന് പറഞ്ഞത് മെട്രിക്സ് തിരൂര് താരിഫ് ബസാറിലാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അവിടെ കുറെ നേരം പഠിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം വെറും 2 മണിക്കൂർ പഠിച്ചാൽ മതി. 28 കൊല്ലത്തെ എക്സ്പീരിയൻസ്. ആർക്ക്? 50 രാജ്യത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലം. പണി കൊടുത്ത കാൽ പോരാത്തതിന് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, CCTV ഇതൊക്കെ അവിടെ എഴുതി പഠിപ്പിച്ചല്ല, അവിടെ ചെയ്ത് പഠിപ്പിച്ചു തരും. എത്ര കാലം വെച്ചിട്ടാ ഞാൻ അങ്ങനെ നൂറ്റാണ്ട് എന്നെ പറഞ്ഞ എനിക്കൊരു പണി വേണമെന്നേ. ചരക്കാതെ പോയിക്കോന്നോ? എന്താ ആദ്യം പറയണ ഞങ്ങൾ അടുത്ത് വരും. കണ്ണി കണ്ടുകൊടുത്ത് ഇങ്ങനെ നാസാക്കുക. ബാങ്ക് കൊണ്ട് ഇതിനെ ചേർത്തി കുളിപ്പിച്ചേ. അങ്ങനെ എല്ലാം കൂടി പഠിപ്പിച്ച സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലേ അവിടെ തന്നെ പോയി ചേർന്നോ. ഒരു ദിവസം 2 മണി നമ്പർ ആയിക്കോ ചോദിക്കോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാണിച്ചേരാ ഇതെവിടെയാണ്? കേരളത്തിൽ 15 കുറല്ലേ പോകുള്ളൂ. അതാണ് പുളിഞ്ചോറിന്റെ അടുത്ത് എന്താ കാട്ടിയായിരുന്നു?
അവിടെ എ സി നേരാക്കിയപ്പോഴേ ആ. സ്വിച്ച് ഇട്ടപ്പോ മിക്സി ഓണായി. ലാഭല്ലേ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ആ. അനക്ക് എവിടെ പോയി പഠിച്ചാലും പണി ഉറപ്പാ. ആണോ? അതന്നാണ് എനിക്ക് വേണ്ടേ. അതാണ് വാർത്ത വാപ്പുട്ടി. ഇപ്പച്ചിന്റെ ബാക്കിന്റെ ബോൾട്ട് ലേസ ലൂസണം ഒന്ന് ടൈറ്റ് ആക്കിയാ എന്ത് കാട്ടടാ ടൈറ്റ് ആയതാണ്